ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനുണ്ടായ നാശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്ത്യയുടെ പ്രഹരത്തിൽ പാക് സേനയുടെ 20% തകർന്നു. കൊല്ലപ്പെട്ടത് 80-ലേറെ സൈനികർ. ഓപ്പറേഷൻ സിന്ദൂർ വിലയിരുത്താൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം. പാകിസ്ഥാൻ പിടിയിലായ BSF ജവാനെ മോചിപ്പിച്ചു. അബദ്ധത്തിൽ അതിർത്തി കടന്ന പൂർണ്ണം കുമാർ ഷാ തിരിച്ചെത്തുന്നത് 21 ദിവസം പാക് കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷം. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവാർ വിജയ് ഷാ. ഭീകരരുടെ സഹോദരിയെന്ന് വിമർശനം. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള തമിഴ് വകുപ്പിന്റെ സെമിനാർ തടഞ്ഞ് കേരള സർവകലാശാല വൈസ് ചാൻസലർ. ഭീകരാക്രമണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന സെമിനാർ ദേശവിരുദ്ധമെന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. വാട്സാപ്പ് ലേഖനത്തെ VC പെരുപ്പിച്ചു കാട്ടിയെന്ന് വിമർശനം. കൊച്ചി കടവന്തറയിൽ ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന പഴകിയ ഭക്ഷണം പിടികൂടി. പിടിച്ചെടുത്തവയിൽ വന്ദേ ഭാരതിൽ നൽകാനിരുന്ന ഭക്ഷണ പൊതികളും. റെയിൽവേയുടെ കരാറെടുത്ത സ്ഥാപനമുടമ മുങ്ങി.